മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രിയായി അമിത് ഷായും തുടരും. ഉപരിതല ഗതാഗതം, ധനകാര്യം, വിദേശകാര്യം എന്നീ വകുപ്പുകളിലും മാറ്റമില്ല. ജെ.പി. നദ്ദ ആരോഗ്യമന്ത്രിയും ശിവരാജ് സിംഗ് ചൌഹാൻ കൃഷിമന്ത്രിയുമാകും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്നിരുന്നു. അതിന് തൊട്ടുപിറകെയാണ് ഇത്തരത്തിൽ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആരെല്ലാം വകുപ്പുകൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളില്ല എന്നുള്ളതാണ് ആദ്യം നമുക്ക് വിലയിരുത്തേണ്ടത്. പക്ഷേ പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുള്ള മുതിർന്ന നേതാക്കൾക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് തുടരും. ആഭ്യന്തരം സഹകരണം മന്ത്രി സ്ഥാനത്ത് അമിത് ഷാ തന്നെയാണ് തുടരുന്നത്. നിതിൻ ഗഡ്കരി മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രിയായി തുടരും. കഴിഞ്ഞ തവണ ഹൈവേ നിർമ്മാണത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച മന്ത്രാലയമാണ്. അവിടെ നിതിൻ ഗഡ്കരി തന്നെയാണ് തുടരുക. ഒപ്പം ജെ.പി. നദ്ദ ആരോഗ്യമന്ത്രിയായാണ് എത്തുന്നത്. ഒന്നാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിലായിരുന്നു ജെ.പി. നദ്ദയുടെ പ്രവർത്തനം. 2019 അമിത് ഷാ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയതോടെയായിരുന്നു പാർട്ടിയുടെ തലപ്പത്തേക്ക് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിലേക്ക് ജെ.പി. നദ്ദ എത്തിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ജെ.പി. നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ആരോഗ്യമെന്ന പ്രധാനപ്പെട്ട വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായി ജെ.പി. നദ്ദ മാറുകയാണ്. ഒപ്പം മധ്യപ്രദേശിൽ നിന്ന് കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എത്തിയിട്ടുള്ള മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൃഷി മന്ത്രാലയത്തിന്റെ ചുമതലയാണ്. ഒപ്പം റൂറൽ ഡെവലപ്മെന്റും ഇത്തരം രണ്ട് മന്ത്രാലയങ്ങളുടെ ചുമതലയാണ് ശിവരാജ് സിംഗ് വഹിക്കുക. നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി തുടരും. ഒപ്പം എസ് ജയശങ്കർ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം. അത് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു. കാരണം രണ്ടാം മോദി സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവ് സർക്കാർ തലത്തിലും ഒപ്പം ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വവും വളരെ കൃത്യമായി മികച്ചത് എന്നത് വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രിയായി തന്നെ തുടരുന്നുണ്ട്. ഹരിയാനയിൽ നിന്ന് എത്തിയിട്ടുള്ള മനോഹർലാൽ ഖട്ടാർ, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന് ഭവന നിർമ്മാണവും ഒപ്പം അർബൻ അഫയേഴ്സിന്റെയും ചുമതലയാണ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി.ജെ.പി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മന്ത്രിസഭാ രൂപീകരണം, അതിന്റെ വകുപ്പ് വിഭജനം നടത്തിയിട്ടുള്ളത്. ഒപ്പം കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ തന്നെയാണ് സഹമന്ത്രിസ്ഥാനം നൽകിയിട്ടുള്ളത്. തൃശൂരിൽ നിന്നുള്ള MP സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജോർജ് കുര്യൻ ന്യൂനപക്ഷം, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനവും നൽകിയിട്ടുണ്ട്. കൂടാതെ ഘടകകക്ഷികൾക്കും കൃത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് കുമാരസ്വാമിക്ക്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.